ശബരിമല മണ്ഡലകാലം ഒരു മാസം പിന്നിട്ടപ്പോൾ ഇതുവരെ ദർശനം നടത്തിയത് 2.78 കോടി ഭക്ത. 90,163 ഭക്ത ഇന്നലെ മാത്രം ദർശനം നടത്തി. കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ എണ്ണവും ഇത്തവണ വർദ്ധിച്ചു. സത്രം വഴി ശരാശരി 4,000 ഭക്തരാണ് ദിവസവും ദർശനം നടത്തുന്നത്. ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ മുരളി ചേരുന്നു സന്നിധാനത്ത് നിന്നും തത്സമയം. മിഥുൻ, സ്വാമി ശരണം, നല്ലൊരു ദിവസം ആശംസിക്കുന്നു മിഥുന്. എന്തായാലും ഒരു മാസം പിന്നിടുകയാണ് അല്ലേ ഈ മണ്ഡലകാലം. ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കുറി ദർശനത്തിന് കൂടുതൽ ഭക്തർ എത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത്. പൊതുവെ സുഗമമായി തന്നെയല്ലേ ഈ ദർശനകാലം മുന്നോട്ട് പോകുന്നത് മിഥുൻ? അനിൽ നമ്പ്യാർ, സ്വാമി ശരണം. ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ്. ഓരോ മണിക്കൂറും ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക്, അയ്യപ്പ സന്നിധിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഈ മണ്ഡലകാലത്ത് കണ്ടത്. ആ കാഴ്ചയ്ക്ക് മാറ്റമില്ല. എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ കാണാം തീർത്ഥാടകരുടെ വലിയ തിരക്ക്. ഈ മണിക്കൂറുകളിലും ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. ഈ മാറ്റമില്ലാത്ത കാഴ്ച തന്നെയാണ് സന്നിധാനത്ത് നിന്ന് ഈ ഒരു മാസത്തിനിടയ്ക്ക് കാണുന്നത്. 27 ലക്ഷത്തി മുകളിൽ ഭക്തജനങ്ങൾ ഈ ഒരു മാസം കൊണ്ട് ദർശനം നടത്തി എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക കണക്ക്. ഒപ്പം തന്നെ ഇത്തവണ കാനനപാതകളിലൂടെ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് എന്നുള്ളതാണ് കണക്ക്. 80,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഈ ഒരു മാസ കാലയളവിൽ ശരാശരി ദിനംപ്രതി ദർശനം നടത്തി. നവംബർ 28-നും ഡിസംബർ 8-നും 1 ലക്ഷത്തിന് മുകളിലേക്ക് ഭക്തജനങ്ങളുടെ എണ്ണം എത്തിയിട്ടുണ്ട്. കാനനപാത വഴി, സത്രം പുൽമേട് പാത വഴി 4,000 ഭക്തജനങ്ങളാണ് ശരാശരി ദിനംപ്രതി ദർശനം നടത്തുന്നത്. എരുമേലി എഴുതക്കടവ് പാത വഴി 1,500 മുതൽ 3,000 വരെ ഭക്തജനങ്ങൾ ദിവസവും സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. കാനനപാത, സത്രം പുൽമേട് പാതയിലൊക്കെ ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി വനംവകുപ്പും പോലീസും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട്. പോലീസിന്റെയും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് കാനനപാതകളും. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സത്രം പുൽമേട് പാതയിലൂടെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം കാനനപാതകളിലൂടെ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണവും വലിയ വർധനവ് ഇത്തവണ ഉണ്ട്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉണ്ട് എന്നുള്ളതാണ്. മുൻ വർഷം ഈ കാലയളവിൽ 21 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ദർശനം നടത്തിയപ്പോൾ ഇപ്പോഴത് 27 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 4 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഈ കാലയളവിൽ മുൻ വർഷത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. എന്തായാലും വലിയ തിരക്ക്, അത് കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ഈ ദിവസങ്ങളിൽ ധാരാളമായി എത്തുന്നുണ്ട്. ഇനി ഡിസംബർ അവസാന വാരത്തിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകളും യോഗങ്ങളും മറ്റും സന്നിധാനത്ത് ഇന്നു മുതൽ നടക്കുന്നുമുണ്ട്. ദേവസ്വം പ്രസിഡന്റിന്റെ മറ്റൊക്കെ നേതൃത്വത്തിൽ ഇനി മണ്ഡല പൂജ, മകരവിളക്ക് തീർത്ഥാടന കാലത്തോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ വിലയിരുത്തലുകൾ നടക്കാൻ പോകുന്നു. മണ്ഡല പൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള, അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തങ്കാങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഡിസംബർ 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഡിസംബർ 26-ന് സന്നിധാനത്ത് എത്തും. മണ്ഡലപൂജയോട് അടുക്കുന്ന ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ. ഒപ്പം മകരവിളക്ക് തീർത്ഥാടന കാലത്താണ് സാധാരണഗതിയിൽ കൂടുതൽ ഭക്തജനങ്ങൾ എല്ലാ വർഷവും എത്തുന്നത്. പക്ഷേ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമായി. മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ തിരക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മകരവിളക്ക് തീർത്ഥാടന കാലത്തും വലിയ തിരക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെ, വിലയിരുത്തലുകളിലേക്കൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനം കടക്കുകയാണ്. ഒപ്പം ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ട് ഡിസംബർ അവസാന വാരത്തിൽ വലിയ തിരക്ക്, കുഞ്ഞയ്യപ്പന്മാരുമൊക്കെയായി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതകളും വിലയിരുത്തുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങൾ ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ തന്നെ ഇതിൽ കൂടുതലും അയൽ സംസ്ഥാന ഭക്തജനങ്ങളെ കാണാനാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് മലയാളികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടപ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു, പറയാൻ സാധിക്കുന്ന വിധമായിരുന്നു അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ, കർണാടകയിലും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ഭക്തരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും വലിയ തിരക്ക് മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്ന വലിയ തിരക്ക് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. അഴുതക്കടവ് പമ്പ വഴി 46,690 ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഈ ഒരു മാസ കാലയളവിൽ എത്തി. സത്രം വഴി 74,473 ഭക്തജനങ്ങളും ഇതുവരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തിരക്ക് കൂടുന്ന മണിക്കൂറുകളിൽ മരക്കൂട്ടത്തു നിന്നും ക്യൂ ക്രമീകരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായാണ് സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടുന്നത്. കഴിഞ്ഞ ഒരു മാസമായി സന്നിധാനത്തെ തിരക്ക് ക്രമീകരിക്കുന്നത് ഈ മാർഗങ്ങളിലൂടെയാണ്. ഒന്ന്, മരക്കൂട്ടത്തു നിന്നും ക്യൂ ക്രമീകരിച്ചു
ക്രമീകരിക്കും. ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ബാരിക്കേഡിനുള്ളിലും ക്യൂ കോംപ്ലക്സിനുള്ളിലും മണിക്കൂറുകളോളം ചിലപ്പോൾ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടാകും. പിന്നീട് ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. ഒപ്പം ഈ ഒരു മാസക്കാലം സന്നിധാനത്തെ തിരക്ക് പ്രധാനമായും നിയന്ത്രിച്ചത് നിലയ്ക്കലിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ്. നിലയ്ക്കലിൽ നിന്നും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഭക്തജനങ്ങളെ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കുന്നത്. മറ്റൊന്ന്, ഈ 18-ാം പടി കയറ്റുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഇതുവരെയും അങ്ങ് പ്രാബല്യത്തിലേക്ക് എത്തിയിട്ടില്ല. 60 മുതൽ 70 ഭക്തജനങ്ങളെയാണ് മിനിറ്റിൽ ഇപ്പോഴും 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 80-ന് മുകളിൽ ഭക്തജനങ്ങളെ മിനിറ്റിൽ 18-ാം പടി കയറ്റി വിടുന്നതിനുള്ള ശ്രമങ്ങൾ ഇവിടെ ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ പോലീസ് അയ്യപ്പന്മാരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഒരു മാസമായി ഉണ്ടാകുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ 80-ന് മുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും 60 മുതൽ 70 ഭക്തജനങ്ങളെയാണ് ശരാശരി മിനിറ്റിൽ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതി ഉയർന്നിരുന്നു. അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം ഉണ്ടാകുന്നു, ഭക്തരെ പിടിച്ച് തള്ളുന്നു തുടങ്ങിയ പരാതികൾ എല്ലാ ദർശനകാലത്തും ഉണ്ടാവുന്നതാണ്, മണ്ഡലകാലത്തും ഉണ്ടാവുന്നതാണ് ഇത്. പക്ഷേ നോക്കൂ, തുടക്കത്തിൽ ഇത്തരത്തിലുള്ളൊരു പരാതി ഉയർന്നിരുന്നു, പിന്നീട് ആ പരാതി പരിഹരിച്ചില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ദേവസ്വം ബോർഡിന് പുതിയ പ്രസിഡന്റ് വന്നു, അതുപോലെ പുതിയൊരു അംഗവും വന്നു. ഈ ശബരിമല മണ്ഡല കാലത്തിൻ്റെ ആ ഉത്സവത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഇവർ സദാ സന്നിധാനത്ത് ഉണ്ടോ? ഇവരുടെ സാന്നിധ്യമുണ്ടോ? ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥ ജാഗരൂകരാണോ? അനിൽ നമ്പ്യാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഴുവൻ സമയം സന്നിധാനത്തില്ല. ചില ഘട്ടങ്ങളിൽ ഇന്ന് പ്രത്യേക യോഗങ്ങൾ ചേരുന്നുണ്ട്. ആ യോഗത്തോടനുബന്ധിച്ച് സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ മണ്ഡലകാലം ആരംഭിച്ച് തുടക്കം മുതൽ തന്നെ പോലീസിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ വ്യാപകമായ പരാതികൾ ഉണ്ടായതാണ്. മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് ക്രമാതീതമായി സന്നിധാനത്ത് ഉയർന്ന ആ ഘട്ടത്തിൽ ഭയാനകമായ സാഹചര്യത്തിലേക്ക് സന്നിധാനത്തെ തിരക്ക് കടന്നു പോയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്തൊക്കെ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പരാതികൾ ഉയർന്നതാണ്. ദേവസ്വം ബോർഡിനെതിരെയും പോലീസിനെതിരേക്കുമാണ് അന്ന് പരാതികൾ ഉയർന്നത്. പക്ഷേ ആ പരാതികളൊക്കെ ശാശ്വതമായി പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ അതിൽ പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സമീപ മണിക്കൂറുകളിൽ പോലും സന്നിധാനത്ത് നിന്ന് കണ്ട കാഴ്ച. കാരണം ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലീസിനെതിരെ പരാതി ഉയരുന്നുണ്ട്. അത് ഓരോ മണിക്കൂറുകൾ തിരക്ക് കൂടുന്ന ഘട്ടങ്ങളിൽ വ്യാപകമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസവും ഈ പുല്ലുമേട് സത്രം വഴി എത്തുന്ന ഭക്തജനങ്ങളെ പാസ് മുഖേന കടത്തിവിടുന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാവുകയും ആ ഭാഗത്ത് നടപ്പന്തലിന് സമീപത്തൂടെ പാസ് കാണിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ കടത്തിവിടുന്ന ആ ഭാഗത്ത് ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പോലീസ് പിടിച്ചു തള്ളി അമാന്യമായി പെരുമാറി, മാന്യതയില്ലാതെയാണ് പോലീസ് പെരുമാറുന്നത് എന്നുള്ള പരാതി ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതോടൊപ്പം തന്നെ പല സമയങ്ങളിലും ഭക്തജനങ്ങൾ ഇത്തരത്തിലുള്ള പരാതികൾ ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡിനെതിരെ ഉയർന്ന പരാതി, ഈ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായ പരാതി, നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളം, മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം, അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾ സംബന്ധിച്ചായിരുന്നു. ഇക്കാര്യത്തിൽ കുടിവെള്ളം, ബിസ്ക്കറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനജീവി ഉൾപ്പെടെ വാർത്തകൾ നിരന്തരം ഭക്തജനങ്ങളുടെ പരാതിയായി നൽകിയപ്പോൾ ഈ കുടിവെള്ള വിതരണത്തിൽ സന്നിധാനത്തും പരിസര മേഖലകളിലുമൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ബിസ്ക്കറ്റ് വിതരണം അടക്കം ഇപ്പോൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. അത് പ്രധാനമായും നടപ്പന്തൽ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പലപ്പോഴും മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ ക്യൂ ഉണ്ട്. അപ്പോൾ മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ ഈ ക്യൂവിനിടയിലേക്ക് ഭക്തജനങ്ങൾക്ക് ക്യൂവിനിടയിലേക്ക് ഈ സംവിധാനങ്ങൾ, കുടിവെള്ളവും ഉൾപ്പെടെ ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കാര്യക്ഷമത ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമായി നിലനിൽക്കുന്നു. പക്ഷേ സന്നിധാനവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ നടപ്പന്തൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കുടിവെള്ള വിതരണം, ബിസ്ക്കറ്റ് വിതരണം കാര്യക്ഷമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഈ വാർത്തകൾ നിരന്തരം ഭക്തരുടെ പരാതിയായി നമ്മൾ നൽകുന്നതിന് പിന്നാലെയായിരുന്നു ഇത്തരം നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. പരാതികൾക്ക് മാറ്റമൊന്നുമില്ല. പരാതികൾ അതുപോലെ തന്നെ ഉണ്ടാകുന്നു. ശാശ്വതമായ പരാതികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ മണ്ഡലകാലം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ സന്നിധാനത്ത് നിന്ന് കാണുന്ന കാഴ്ച. തിരക്കിൽ യാതൊരു മാറ്റവുമില്ല. തിരക്ക് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് എല്ലാ മണിക്കൂറുകളിലും. നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമായിരുന്നു. അനിൽ നമ്പ്യാർ. യെസ്, മണ്ഡലകാലം ഒരു മാസം പിന്നിടുകയാണ്. ഇന്ന് നമുക്കറിയാം, ഈ മണ്ഡലകാലം തുടങ്ങിയ സമയത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. കാരണം പോലീസിന് തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. വലിയൊരു സ്റ്റാമ്പേഡ് ഉണ്ടാകുമോ എന്ന ഭയമൊക്കെ ഉണ്ടായിരുന്നു, ഭീതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ പരിഹരിക്കാൻ സന്നിധാനത്തെ പോലീസിനും അതുപോലെ ദേവസ്വം ബോർഡ് അധികൃതർക്കും സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു മാസം പിന്നിടുമ്പോൾ സന്നിധാനത്ത് എത്തിയ ഭക്തരുടെ എണ്ണം 27 ലക്ഷത്തിൽ പരമാണ്. ഞാൻ തുടക്കത്തിൽ 2.78 കോടി എന്നാണ് പറഞ്ഞത്. പക്ഷേ 27 ലക്ഷത്തിൽ അപ്പുറം ഭക്തജനങ്ങൾ കേരളത്തിൽ നിന്നും, കേരളത്തിന്
പുറത്ത് നിന്നും സന്നിധാനത്ത് അയ്യനെ വണങ്ങാനായി എത്തി എന്നുള്ളതാണ്. എന്തായാലും സുഗമമായ ദർശനം അതാണ് മുന്നോട്ട് പോകുന്നത്. വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ മുരളി സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. നമുക്കൊരു ചെറിയ ഇടവേളയെടുക്കാം, ഉടൻ തിരികെ വരാം.